എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ ഒരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം PSC എക്സാമുകൾക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്നാണ് അല്ലേ. അപ്പം ബയോളജി എന്ന സബ്ജക്റ്റിൽ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്ലാസ്സാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ, അതിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ്, നമ്മൾ ടോപ്പിക് വൈസ് അല്ല എടുക്കുന്നത്, ചാപ്റ്റർ വൈസ് നമ്മൾ ഓരോ ചാപ്റ്ററിലും 5 മുതൽ 10 വരെയുള്ള ബയോളജിയിലെ എല്ലാ ചാപ്റ്ററുകളും പഠിച്ചു പോകുന്നൊരു സെഷൻ ആയിട്ടാണ് നമ്മളിത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പാഠപുസ്തകങ്ങൾ തുടങ്ങുകയാണ്. അതിനകത്ത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ വെച്ച് തന്നെ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. 5ാം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിൻ്റെ, നമുക്കറിയാം 5, 7, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് എല്ലാം മാറിയിരിക്കുക ഇല്ലയോ. അപ്പോൾ പഴയ ടെക്സ്റ്റുകൾ മാറി കഴിഞ്ഞ വർഷം മുതലേ പുതിയ ടെക്സ്റ്റുകൾ വെച്ചാണ് പഠിക്കുന്നത്. ഈ കൊല്ലം തൊട്ട് ബാക്കി 6, 8, 10 എന്നീ ക്ലാസ്സുകളുടെയും ടെക്സ്റ്റുകൾ വന്നു തുടങ്ങി, പുതിയ ടെക്സ്റ്റുകൾ വന്നു തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് കുറേ കൂടി പ്രാധാന്യം കൊടുത്ത് വേണം ഇനി അങ്ങോട്ട് പഠിക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിനകത്ത് ബയോളജി എന്ന സബ്ജക്റ്റിലെ സയൻസിനകത്ത് 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഒറ്റയല്ലൊരു ജീവിയും. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ കുറേ ജീവജാലങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവജാലങ്ങളുടെയും ബന്ധം പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതായത് ഓരോ ജീവജാലങ്ങളും ഓരോ ജീവിയുടെയും നിലനിൽപ്പിന് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ തരുന്ന ഒരു ചാപ്റ്ററാണെന്ത്, ഈ ഒറ്റയല്ലൊരു ജീവിതം എന്ന് പറയുന്ന ജീവികളും എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് തുടങ്ങുന്നത് തന്നെ ഒരു ഫുഡ് ചെയിൻ തന്നുകൊണ്ടാണ്. നമുക്കറിയാം ഈ ഇമേജ് നമ്മൾ ഒരുപാട് വട്ടം PSC എക്സാമുകൾക്ക് കണ്ടിട്ടുണ്ട് അല്ലേ. ഓർഡറിൽ ക്രമീകരിക്കുക എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ഫുഡ് ചെയിൻ ആണ്, അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖലാജാലമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സസ്യത്തെ ഭക്ഷിക്കുന്ന ചെറുമീനുകളെ ഭക്ഷിക്കുന്ന വലിയ മീനുണ്ട്, വലിയ മീനിനെ ഭക്ഷിക്കുന്ന കൊക്ക്. അതേപോലെ സസ്യങ്ങളെ വേറെ എങ്ങനെ നമുക്ക് ചേർക്കാം, പുൽച്ചാടിയെയും ആര് ഭക്ഷിക്കുന്നത്, തവള ഭക്ഷിക്കുന്നു. ഈ തവളനെ ആര് ഭക്ഷിക്കുന്നത്, കൊക്ക്. അതേപോലെ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന പുഴുവുണ്ട്, പുഴുവിനെ ഭക്ഷിക്കുന്ന പക്ഷികളുണ്ട്. അപ്പം ഇതിനകത്ത് ഓരോ ജീവികളെ നമ്മൾ നോക്കുമ്പം ഓരോ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. ഒരു മരണമില്ലാത്ത രീതിയിൽ സസ്യങ്ങൾക്ക് എപ്പോഴും വാഴാൻ പറ്റത്തില്ല. അപ്പോൾ സസ്യങ്ങൾ മറ്റൊരാളുടെ ഭക്ഷണമായി മാറണം, അത് നമ്മുടെ പ്രകൃതിയുടെ ആവശ്യമാണ്. മനസ്സിലായോ? അതേപോലെ സസ്യങ്ങളെ കഴിക്കുന്ന ചെറിയ മീനുകൾ, ആ ചെറിയ മീനിനെ ഭക്ഷിക്കാൻ വലിയ മീനുകൾ വേണം. അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഫുഡ് ചെയിൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സസ്യങ്ങളെ ചെറുമീൻ ഭക്ഷിക്കുന്നു, ചെറുമീനിനെ വലിയ മീൻ തവള ഒക്കെ ഭക്ഷിക്കുന്നു, ഇതിനെ രണ്ടിനെയും കൊക്ക് ഭക്ഷിക്കുന്നു. അതേപോലെ സസ്യങ്ങളെ ഭക്ഷിക്കുന്നത് പുഴുവിനെ ഭക്ഷിക്കുന്നത് പക്ഷികൾ. ഓക്കെ, അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ സസ്യങ്ങളെ മാൻ ഭക്ഷിക്കുന്നു, മാനിനെ സിംഹം ഭക്ഷിക്കുന്നു. അതേപോലെ സസ്യങ്ങളെ മുയൽ ഭക്ഷിക്കുന്നു, മുയലിനെ അതേപോലെ സിംഹം ഭക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഈ ചെന്നായ ഭക്ഷിക്കുന്നു. ഇനി പുൽച്ചാടിയെ ഭക്ഷിക്കുന്ന തവള. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കിട്ടും തവളയെ ഭക്ഷിക്കുന്ന പാമ്പ്, പാമ്പിനെ ഭക്ഷിക്കുന്ന പരുന്ത്, അങ്ങനെയുള്ള രീതിയിൽ ഇതങ്ങോട്ട് നീണ്ടുപോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതാണ്ട് സസ്യത്തിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളെല്ലാം ആശ്രയിക്കുന്ന പിന്നെയും പുറയിലോട്ട് ഓരോ കണ്ണികളായിട്ട് പല ജീവികളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ആണ്ടേ, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് വെബ് എന്താണെന്നാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന ആദ്യത്തെ കാര്യം. ഫുഡ് വെബ് ആണെന്നത് നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയ 2 ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് വെബ് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവികളെല്ലാം പരസ്പരം ആശ്രയിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ പരസ്പര ബന്ധത്തിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഭക്ഷ്യ ശൃംഖല ജാലം അല്ലെങ്കിൽ ആഹാര ശൃംഖലാ ജാലം എന്നൊക്കെ പറയുന്നത്, ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഫുഡ് വെബ് കാണാം. സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മാനുണ്ട്, അതേപോലെ പശുക്കളോ എരുമകളോ ഒക്കെ കാണും. പിന്നെ അവയൊക്കെ ഭക്ഷണമാക്കുന്ന കടുവ വരുന്നുണ്ട്, ഇതിനെ ഭക്ഷിക്കുന്ന കഴുകന്മാർ വരുന്നുണ്ട്. സസ്യങ്ങളെ പുൽച്ചാടിനെ പക്ഷീനെ ചെന്നായനെ കഴുകൻ, അങ്ങനെ ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്, തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പരസ്പര ബന്ധത്തിലൂടെയാണ് ഈ ഒരു ഭക്ഷ്യശൃംഖലാജാലം നടക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ ഈ പരസ്പര ബന്ധത്തെ തന്നെയാണ് എന്ത് പറയുന്നത്, ഫുഡ് വെബ് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കണ്ടേ, ശൃംഖലകളും കടലിലും, അതായത് സ്രാവിന്, അതായത് ഓരോ ജീവികളുടെയും, അതായത് കടലിലുള്ള അല്ലെങ്കിൽ ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ആഹാര രീതികൾ അല്ലെങ്കിൽ അവിടുത്തെ പരസ്പര ബന്ധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്രാവ്, മത്തി, കടലാമ, ചെറുമീൻ, അവരുടെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്രാവ് ഭക്ഷിക്കുന്നതാണ് കണവ, മീനുകൾ, കടലാമ എന്നൊക്കെ പറയുന്നത്. മത്തീനയുടെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്നൊക്കെ പറയുന്നത്. കടലാമയാണ് സസ്യഭാഗങ്ങൾ, അതേപോലെ മീനുകൾ. ചെറുമീനുകളുടെ ഭക്ഷണമാണ് പ്ലവകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പ്ലവകങ്ങൾ എന്താണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ, ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സമുദ്രം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് അല്ലേ? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ആവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിയുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ആ ജീവി ആശ്രയിക്കുന്ന അതിൻ്റെ ചുറ്റുമുള്ള പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് എന്ത് പറയുന്നത്, ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ ചുറ്റുമുള്ള പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾ, മനസ്സിലായോ? അല്ലെങ്കിൽ പ്രകൃതിദത്തമായ താമസ സ്ഥലം, അതിനെയൊക്കെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ആവാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ജീവി പല അജീവിയ ഘടകങ്ങളുമായിട്ട് ബന്ധത്തിലുണ്ട്, അല്ലയോ? ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സുമായിട്ട് ബന്ധിച്ചാണ് ആ ഒരു പർട്ടിക്കുലർ ജീവി ജീവിക്കുന്നത്. ആ ഒരു ഫുൾ ഏരിയനെ നമ്മൾ പറയുന്നതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രം എന്ന് പറയുന്നത് ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. ആ സമുദ്രം എന്ന ഭാഗത്തിൽ ഇപ്പം ജലം എന്ന് പറയുന്ന അജീവിയ ഘടകമാണ്. ആ അജീവിയ ഘടകത്തെയും ആശ്രയിക്കുന്നുണ്ട്. അതേപോലെ ആ ജലത്തിൽ താമസിക്കുന്ന ഒരുപാട് ചെറിയ സസ്യങ്ങളെ, ചെറിയ മത്സ്യങ്ങളെ, വലിയ മത്സ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഒരു സ്രാവ് എടുത്തു കഴിഞ്ഞാൽ ആ സ്രാവിൻ്റെ ആവാസ വ്യവസ്ഥയാണ് എന്ത്, സമുദ്രം. അതിൻ്റെ ഒരു ഉൽപാദകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ആവാസ വ്യവസ്ഥയിലെ ഒരു ഉൽപാദകരിൽ പെടുന്ന ആൾക്കാരാണെന്ത്, പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്ലവകങ്ങൾ. ഉദാഹരണത്തിന് പ്ലവകങ്ങളാണെന്ത്, പ്ലവകങ്ങളെ ആരാ ഭക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മീൻ ഭക്ഷിക്കുന്നു. വേണ്ടേ? പ്ലവകങ്ങളെ ഭക്ഷിക്കുന്നത് ആരാ? ചെറുമീനുകളാണ്. ചെറുമീനുകൾ ഭക്ഷിക്കുന്നതാണ് പ്ലവകങ്ങളെ, അല്ലയോ? അതേപോലെ ചെറുമീനിനെ ഭക്ഷിക്കുന്ന ആരാ? മത്തി. ചെറുമീനിനെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങളാണെന്ത്, മത്തി എന്നൊക്കെ പറയുന്നത്. ഇതിനെ ഭക്ഷിക്കുന്ന സ്രാവുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? ഇതൊരു ഫുഡ് ചെയിനാണ്. ഇതൊരു ഫുഡ് ചെയിനായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ആ പ്ലവകങ്ങളെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം. മത്തി എന്ന് പറഞ്ഞ് ഇവിടെയും കൊടുക്കാം. മത്തി ആശ്രയിക്കുന്നുണ്ട്. ചെറുമീനിനെ ഭക്ഷിക്കുന്ന ആരുണ്ട്? ചെറുമീനിനെ ഭക്ഷിക്കുന്ന സ്രാവ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നെറ്റ്വർക്ക് പോലെ കിടക്കുക. കടലിലും ഇതേപോലെ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് വെബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്ലവകങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. ജലാശയത്തിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാ? പ്ലവകങ്ങളാണ്. ഓക്കെ, ഉൽപാദകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യ ശൃംഖലാജാലത്തിലെ അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിനിലെ ആദ്യം വരുന്നത് ഉൽപാദകരായിരിക്കും. ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഉൽപാദകരായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ണി ആരാ? പ്ലവകങ്ങളാണ്. അപ്പം ഇവരാരാ? ഇവർ ഉൽപാദകരാണ്. ഇവരെ നമുക്ക് ഉൽപാദകരെന്ന് വിളിക്കാം. ഓക്കെ, ഇനി അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ കടുവാ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കടുവയെ സംരക്ഷിക്കേണ്ടത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് എന്ത്? കടുവ എന്ന് പറയുന്നത്, അല്ലയോ? നമ്മൾ നേരത്തെ ഭക്ഷ്യശൃംഖലാജാലം വരച്ചിട്ടുണ്ടായിരുന്നു. താണ്ടേ ഈ നെറ്റ്വർക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് ആര് കാണുന്നത്? കടുവ കാണുന്നത്, അല്ലയോ? കടുവ കാണുന്നത്. ഇവിടെ ഇപ്പം ഞാൻ വരച്ചു കഴിഞ്ഞാൽ മാനിനെ ഭക്ഷിക്കുന്ന സിംഹമുണ്ട്, അല്ലെങ്കിൽ തവളെ ഭക്ഷിക്കുന്ന മാനിനെ ഭക്ഷിക്കുന്ന സിംഹം. ഇതെന്ന് പറഞ്ഞാൽ അവസാന കണ്ണികളാണ്. ഒരു ഫുഡ് ചെയിനിലെ അവസാന കണ്ണികളാണ് ഈ സിംഹം അല്ലെങ്കിൽ ചെന്നായ ഭക്ഷിക്കുന്ന നമുക്ക് ഇനിയും കൊടുക്കാം. കടുവ എന്നിവിടെ കൊടുക്കാം. ചെന്നായ ഭക്ഷിക്കുന്ന കടുവ. അപ്പം കടുവ എന്ന് പറയുന്നത് എന്തുവാ? അവസാന കണ്ണികളിൽ പെടുന്ന ആൾക്കാരാണ് ഈ കടുവ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് ആര്? കടുവ എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്.
ഓക്കെ, നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താ, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. കാരണം സസ്യങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അത് മറ്റൊരാളുടെ ഭക്ഷണമായി തീരേണ്ടത് നമ്മുടെ പ്രകൃതിയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന പുൽച്ചാടികൾ, അല്ലെങ്കിൽ സസ്യങ്ങളെ ഭക്ഷിക്കുന്ന മാന്, അതും മറ്റൊരു ജീവിയുടെ ഭക്ഷണമാകേണ്ടത് ആകണമെന്ന് പറയുന്നതും അത് നമ്മുടെ പ്രകൃതിദത്തമായ ഒരു നിയമം കൂടിയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ പറയുന്നത് ഈ മാംസാഹാരികളുടെ ആയാലും സസ്യാഹാരികളുടെ ആയാലും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെ ജീവികൾക്കും എന്തുണ്ട്, പങ്കുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലെ ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ കടുവയെപ്പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെപ്പോലെ ഉള്ള ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ എന്താണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സസ്യത്തിൽ നിന്നും മാനുണ്ട്, ആ സസ്യത്തെ ഭക്ഷണമാക്കാൻ മാനുണ്ട്. ഓക്കെ, മാൻ നശിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോലി ചെയ്യാൻ മറ്റൊരുപാട് ജീവികളുണ്ട്. മനസ്സിലായോ? എന്നാൽ ഇതിനെയൊക്കെ ഭക്ഷണമാക്കാൻ കുറച്ച് ആൾക്കാരുള്ളൂ. അതായത് അവസാന കണ്ണികളിൽ വരുന്ന, അല്ലെങ്കിൽ ഉയർന്ന കണ്ണികളിൽ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുരുക്കം ചിലരാണ്. കടുവ, സിംഹം പോലുള്ള ചുരുക്കം ആൾക്കാരാണ്. അതുകൊണ്ടാണ് കടുവയുടെ സംരക്ഷണം അത്രയും പ്രാധാന്യത്തോടെ പ്രോജക്റ്റ് ടൈഗർ അല്ലേ, പ്രോജക്റ്റ് ടൈഗർ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വംശനാശം സംഭവിക്കാൻ പാടില്ല. വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് കടുവകളെ പോലെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എല്ലാ ജീവികൾക്കും നമ്മൾ പ്രാധാന്യത്തോടു കൂടിയാണ് സംരക്ഷണം നൽകുന്നത്. മനസ്സിലായോ? അതാണ് കടുവയ്ക്ക് സംരക്ഷണം നൽകാനുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഈ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ആണ്ടേ, ഇതൊരു ഫുഡ് ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫുഡ് വെബിനകത്തെ ഒരു കണ്ണി മാത്രം, അല്ലെങ്കിൽ ഒരു ചെയിൻ മാത്രം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സസ്യങ്ങൾ, അതിനെ കഴിക്കുന്ന പുഴു, കോഴി, ചെന്നായ, കഴുകൻ. ഓക്കെ ആണല്ലോ? ഇതെന്ന് പറയുന്ന ഒരു ഫുഡ് ചെയിനാണ്. അതാണ്ട് ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണെന്ത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ആ നെറ്റ്വർക്കിലെ, ഫുഡ് വെബ് എന്ന് പറയുന്ന നെറ്റ്വർക്കിലെ ഒരു കണ്ണിയാണ്, അല്ലെങ്കിൽ ഒരു ശ്രേണിയിൽപ്പെടുന്ന ആൾക്കാരാണെന്ത്, ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതാണ്ട് സസ്യങ്ങൾ, പുഴു, കോഴി, ചെന്നായ, കഴുകൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലയോ? ഇതിനകത്ത് സസ്യങ്ങളെന്ന് പറയുന്നത്, ഇതിനകത്ത് സസ്യങ്ങളെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? സസ്യങ്ങളെന്ന് പറയുന്നത് ഏത് വർഗത്തിൽപ്പെടുത്താം? നമുക്ക് ഇവരെ ഉൽപാദകരെന്ന് വിളിക്കാം. മനസ്സിലായോ? ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഉൽപാദകരെന്ന് വിളിക്കാം. അതായത് ഒരു ഭക്ഷ്യശൃംഖലയിലെ, ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ഉൽപാദകരായിരിക്കും. മനസ്സിലായോ? ആദ്യത്തെ കണ്ണി. അപ്പം ഒരു ഭക്ഷ്യ ശൃംഖലാജാലത്തിലെ, അല്ലെങ്കിൽ ഒരു ഫുഡ് ചെയിനിലെ, ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എപ്പോഴും ഹരിത സസ്യങ്ങളായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്നതാണ് ഉൽപാദകരെന്ന് വിളിക്കും. മനസ്സിലായോ? ഹരിത സസ്യങ്ങൾ, അവരെ നമ്മൾ വിളിക്കുന്നതാണെന്ത്, ഉൽപാദകരെന്ന് വിളിക്കും. കാരണം ഹരിത സസ്യങ്ങളുടെ പ്രത്യേകത എന്താ? ആഹാരം സ്വയം നിർമ്മിക്കാൻ കഴിവുള്ള വിഭാഗമാണെന്ത്, ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഹരിത സസ്യത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ഹരിതകം, ക്ലോറോഫിൽ, സൂര്യപ്രകാശം, കാർബൺ ഡയോക്സൈഡ്, ഇതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അവ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാര നിർമ്മാണം എന്ന പ്രക്രിയ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള അവരെയാണ് നമ്മൾ ഉൽപാദകരെന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള വിഭാഗമാണ് ഹരിത സസ്യങ്ങൾ. അവരാണ് എല്ലാ ഭക്ഷ്യശൃംഖലയിലെയും ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള, എക്സാമിനുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൽപാദകരായിരിക്കും. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഓപ്ഷനിൽ കാണും, ഹരിത സസ്യങ്ങളെന്നും ഓപ്ഷനിൽ കാണും. ക്ലിയർ ആണല്ലോ? അപ്പം ആദ്യത്തെ കണ്ണി നമുക്ക് മനസ്സിലായി. ഇനി പിന്നീട് അങ്ങോട്ട് പോകുന്നതിനെല്ലാം നമുക്ക് കോമൺ ആയിട്ട് എന്ത് വിളിക്കാം? ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം. അല്ലയോ? പിന്നീട് പോകുന്നവരെല്ലാം എന്തുവാ? ഉപഭോക്താക്കളാണ്. അതായത് ഒരാളെ തൊട്ട് മുമ്പിലുള്ള കണ്ണിയെ ഉപയോഗിക്കുന്നവരാണ്. മനസ്സിലായോ? ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നവരാണെന്ത്, പിന്നിൽ പോകുന്ന ഓരോ കണ്ണിയിലെയും ആൾക്കാർ. അപ്പോൾ അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഉപഭോക്താവെന്ന് വിളിക്കാം.
ക്ലിയർ ആണല്ലോ. അപ്പം സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ഹരിത സസ്യങ്ങൾ അവരാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്, ഒരു ഫുഡ് ചെയിനിലെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നീട് ആ സസ്യത്തെ ഭക്ഷണമാക്കുന്ന പിന്നീട് ആ കണ്ണിയിലുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാരും അവരെ നമ്മൾ പൊതുവായിട്ട് ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. അവരെ നമ്മൾ പൊതുവായിട്ട് എന്ത് വിളിക്കുന്നു? ഉപഭോക്താക്കൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം സസ്യങ്ങളെ നേരിട്ട് ഭക്ഷണമാക്കുന്നതാണ് പുഴു എന്ന് പറയുന്നത്, അല്ലയോ? ഈ ഹരിത സസ്യത്തെ നേരിട്ട് ഭക്ഷണമാക്കുന്ന ആരാ? പുഴുവാണ്. അപ്പം ഹരിത സസ്യത്തെ നേരിട്ട് ഭക്ഷണമാക്കുന്ന, അതായത് ഉൽപാദകരിൽ നിന്നും നേരിട്ട് ഭക്ഷണം സ്വീകരിക്കുന്ന ഉപഭോക്താക്കളെ നമ്മൾ വിളിക്കുന്നതാണ് പ്രാഥമിക ഉപഭോക്താവ് എന്ന് വിളിക്കും. പ്രാഥമിക ഉപഭോക്താവ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പം ഹരിത സസ്യങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ഉൽപാദകരെ നേരിട്ട് ഭക്ഷണമാക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? പ്രാഥമിക ഉപഭോക്താവ് എന്ന് വിളിക്കും. ഇനി പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്നവരാണ് എന്ത്? കോഴി എന്ന് പറയുന്നത്, അല്ലയോ? അപ്പം ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഇവരെ ദ്വിതീയ ഉപഭോക്താവ് എന്ന് വിളിക്കാം. ദ്വിതീയ ഉപഭോക്താവ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ദ്വിതീയ ഉപഭോക്താവ് എന്ന് വിളിക്കാം. അതേപോലെ ചെന്നായിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ? തൃതീയ ഉപഭോക്താവ്. അങ്ങനെ ആണ് നമ്മൾ ഉപഭോക്താക്കൾക്ക് തലങ്ങൾ, അവരെ ഓരോ തലങ്ങളിൽ നമ്മൾ പെടുത്തുന്നത്. ക്ലിയർ ആണല്ലോ. ഇരപിടിയന്മാർ എന്നൊക്കെ പറഞ്ഞ് ഓരോ തലത്തിൽ വരുന്ന ആൾക്കാരാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഫുഡ് ചെയിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫുഡ് ചെയിൻ എന്താ? ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണെന്ത്? ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആ ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ ഒരു ഫുഡ് ചെയിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ചെയിനകത്ത് ആദ്യത്തെ കണ്ണി എപ്പോഴും ആരായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. ആദ്യത്തെ കണ്ണി എപ്പോഴും ആരായിരിക്കും? ഹരിത സസ്യങ്ങളായിരിക്കും. ആ ഹരിത സസ്യങ്ങളെ നമ്മൾ എങ്ങനെ വിളിക്കുന്നു? ഉൽപാദകരെന്ന് വിളിക്കുന്നു. കാരണം എന്താ? അവർക്ക് എന്തിൻ്റെ കഴിവുണ്ട്? സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരാണെന്ത്? ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള ആദ്യത്തെ കണ്ണിലെ ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹരിത സസ്യങ്ങളാണ്. അവരെ ഉൽപാദകരെന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി ഹരിത സസ്യങ്ങളെ ഭക്ഷണമാക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്നോട്ടുള്ള ഓരോ തലത്തിലെയും ആൾക്കാരെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം ഇപ്പോൾ സസ്യങ്ങളെ ഭക്ഷിക്കുമ്പം ഇതിൻ്റെ ഇത്ര ശതമാനം എനർജി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? പുഴുവിലേക്ക് പോകുന്നുണ്ട്. എത്ര ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 10% ഊർജ്ജമാണ് ഓരോ തലത്തിലും മാറ്റുന്നത്. ഈ സസ്യത്തിനെ ഭക്ഷിക്കുമ്പം ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ 10% എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? പുഴുവിലേക്ക് പോകുന്നുണ്ട്. ഈ പുഴുവിൽ അതുമൂലം ഉണ്ടാക്കുന്ന എനർജിയുടെ 10% കോഴിയിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ 10% വീണ്ടും ചെന്നായിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഇല്ലയോ? ഇവിടുന്ന് ഇങ്ങോട്ടൊരു 10% പോവും, ഇവിടുന്ന് ഇങ്ങോട്ടൊരു 10% പോവും, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് പോവും? 10% പോവും. 10% ലോ എന്നൊക്കെ പറയും. ഈ ഒരു ഇതിനെ പറയുന്ന പേരാണെന്ത്? 10% ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് മുമ്പോട്ടുള്ള നമ്മൾ കുറച്ചുകൂടെ ഉയർന്ന ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് പാഠപുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത്രയും അറിഞ്ഞിരിക്കുക. പ്രാഥമിക സസ്യങ്ങളെ നേരിട്ട് ഭക്ഷണമാക്കുന്നവരെ നമ്മൾ പ്രാഥമിക ഉപഭോക്താവെന്നും, പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്നവരെ ദ്വിതീയ ഉപഭോക്താവെന്നും, ദ്വിതീയ ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്നവരെ നമ്മൾ തൃതീയ ഉപഭോക്താവെന്നും വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതും ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സ്ലൈഡും ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്, അല്ലയോ? സസ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു ഭക്ഷണജാലം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങളാണ്. കാരണം എന്താ? അവർക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. അവർക്ക് എന്തുണ്ട്? സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അതിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു. അതുകൊണ്ട് നോക്കിയേ, ആരുടെയൊക്കെ സഹായം ഇവിടെ വരുന്നുണ്ട്? ആരുടെയൊക്കെ സഹായം വരുന്നുണ്ട്? സൂര്യപ്രകാശത്തിൻ്റെ സഹായം. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്തോടു കൂടി, ഭൂമിക്കടിയിൽ നിന്നുള്ള ജലത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ആഹാര നിർമ്മാണം നടത്തുന്നു, ആഹാരത്തെ നിർമ്മിക്കുന്നു. ആഹാരത്തെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് ആരെ പുറത്തേക്ക് വിടുന്നു? ഓക്സിജനെ റിലീസ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് സസ്യങ്ങളിൽ നടക്കുന്ന ആഹാര നിർമ്മാണം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കിയോ? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. അപ്പം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്.
അപ്പോൾ ഇവിടെ എന്തൊക്കെ പറഞ്ഞു? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ജലത്തെ, ഭൂമിക്കടിയിൽ നിന്നും വേരുകൾ വഴി ജലത്തെ ഉപയോഗിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ ഉപയോഗപ്പെടുത്തുന്നു. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു, അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. മനസ്സിലായോ? ഇലകളിലെ ഹരിതകം, ഇലകളിൽ അടങ്ങിയിട്ടുള്ള ഒരു വർണ്ണവസ്തുവാണ് എന്ത്? ഹരിതകം, ക്ലോറോഫിൽ എന്ന് പറയുന്നത് എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്തിരിക്കുക, ഫോട്ടോസിന്തസിസ് സമയത്ത് നമുക്ക് എപ്പോഴും തെറ്റുന്നൊരു ഫാക്റ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എപ്പോഴും തെറ്റുന്നൊരു ഫാക്റ്റാണ്. പ്രകാശ സംശ്ലേഷണം സമയത്ത് അകത്തേക്ക് എടുക്കുന്നത് ആരെയാ? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എടുക്കുന്നത്. പുറത്തേക്ക് വിടുന്നത് ഓക്സിജനെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ ഓക്സിജനെ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ തന്നെ വീണ്ടും റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. റെസ്പിറേഷന് വേണ്ടിയിട്ട് ഇവരകത്തേക്ക് എടുക്കുന്നത് ആരെയാണ്? ഇവരകത്തേക്ക് എടുക്കുന്നത് ഓക്സിജനെയാണ്. പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. മനസ്സിലായോ? അപ്പോൾ ശ്വസനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് ഓക്സിജനെയും ഫോട്ടോസിന്തസിസിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സസ്യങ്ങളുടെ വിസർജന വസ്തുവായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? ഓക്സിജനും പറയുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും പറയുന്നുണ്ട്. അതായത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമായ ഓക്സിജനും റെസ്പിറേഷൻ്റെ ഉൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു പോകുന്നുണ്ട്. മനസ്സിലായോ? അതിൻ്റെ കൂട്ടത്തിൽ ജലതുള്ളികളും ജലം വേപ്പറായിട്ടും ഒക്കെ പോകുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് പ്രകാശ സംശ്ലേഷണ സമയത്തും റെസ്പിറേഷൻ സമയത്തും നമ്മുടെ സസ്യങ്ങളിൽ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ തന്നിരിക്കുന്നത് ഇലകളുടെ ക്രമീകരണമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇലകളുടെ ക്രമീകരണമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇലകളുടെ ക്രമീകരണം നമ്മുടെ ഒരു സസ്യം എടുത്തു കഴിഞ്ഞാൽ ആ സസ്യത്തിനകത്തെ ഇലകളുടെ ക്രമീകരണത്തിന് ഒരു പഠനശാഖയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഫില്ലോടാക്സി എന്ന് പറയും. എന്ത് പറയുന്നത്? ഫില്ലോടാക്സി എന്ന് പറയും. അപ്പോൾ സസ്യങ്ങളിൽ ഇലകളുടെ ക്രമീകരണം, അറേഞ്ച്മെൻറ്റ് ഓഫ് ലീവ്സ്, അതിനെ നമ്മൾ പറയുന്ന ടേമാണ് എന്ത്? ഫില്ലോടാക്സി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സസ്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സസ്യങ്ങൾ സൂര്യപ്രകാശം സ്വീകരിക്കുന്നുണ്ടെന്ന് പറയും, അല്ലയോ? ഈ സൂര്യപ്രകാശം ഏതിലൂടെയാണ് അവർ അകത്തേക്ക് എടുക്കുന്നത്? ഇലകൾ വഴിയാണ്. ഇലകളിനകത്ത് കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങൾ വഴിയാണ് ഈ ഊർജ്ജം അകത്തേക്ക് കയറുന്നത്, അല്ലയോ? അതാണ്ടേ. അപ്പോൾ നമുക്ക് ഇലകളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന ഇമേജുകളാണ്. ഇലകളുടെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്ടേ, നമുക്കറിയാം ചെമ്പരത്തി ചെടി അറിയാമല്ലോ. അതിനകത്ത് ഇലയുടെ അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കിയേ. ആ ചെടിയിലെ ഇലയുടെ അറേഞ്ച്മെൻറ്റ് നോക്കിയേ. താണ്ടെ ഒന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഓക്കെ, ഒന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, പിന്നൊന്ന് ഇങ്ങോട്ട്, പിന്നൊന്ന് ഇങ്ങോട്ട്, പിന്നൊന്ന് ഇങ്ങോട്ട്, പിന്നൊന്ന് ഇങ്ങോട്ട്. അതായത് ആൾട്ടർനേറ്റ് ആയിട്ടല്ലേ പോകുന്നത്. ആദ്യത്തെ നോഡ്, അതായത് ഇല മുളയ്ക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? നോഡെന്ന് പറയും. മനസ്സിലായോ? സസ്യങ്ങളിൽ കാണ്ഡത്തിൽ നിന്നും ഇല മുളയ്ക്കുമല്ലോ, ആ ഭാഗത്തിന് പറയുന്ന പേരാണ് നോഡെന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതാണ്ട് ഒരു നോഡ് വലതുവശത്തേക്കാണ്, അടുത്ത നോഡ് ഇടതുവശത്തേക്കായിരിക്കും. പിന്നീട് വീണ്ടും വലത്, വീണ്ടും ഇടത്, വീണ്ടും വലത്, ഇടത്, അങ്ങനെയാണ് പോകുന്നത്. അത് ആൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. മനസ്സിലായോ? ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഒന്നിടവിട്ട ക്രമീകരണം എന്നൊക്കെ വേണേൽ മലയാളത്തിൽ പറയും. ഒന്നിടവിട്ട ക്രമീകരണം എന്നൊക്കെ ചിലപ്പോൾ മലയാളത്തിൽ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് രണ്ടാമത്തെ ഇലയുടെ ക്രമീകരണം നോക്കിയേ. ഇത് തുളസിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. അപ്പുറത്ത് തുളസി പോലുള്ള സസ്യങ്ങളിൽ ഇലകളുടെ ക്രമീകരണം എന്താ? ഒരു നോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു നോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു നോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും, അതായത് ഓപ്പോസിറ്റ് സൈഡുകളിലാണ് പോകുന്നത്, അല്ലയോ? വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പുറവും ഇപ്പുറമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അതാണ്ട് അടുത്ത ഇമേജ് നോക്കിയേ. ഒരു നോഡിൽ തന്നെ 7ഓളം ഇലകളാണ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7. ഈ ഒരു ഭാഗത്ത് തന്നെ, ഈ ഒരു നോഡിൽ തന്നെ എത്ര വരുന്നുണ്ട്?
7 ഇലകൾ വരുന്നുണ്ട് ഇല്ലയോ? 7 ഇലകളാണ് വരുന്നത്. മനസ്സിലായോ? അതായത് ചുറ്റി നിൽക്കുന്ന ഭാഗം, അതൊരു ചുറ്റിപ്പോൾ ഒരു ചക്രം പോലെ നിൽക്കുക. ഈ ഒരു നോഡിൽ നിന്ന് ഇങ്ങോട്ട് 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 ഒക്കെ പോകുന്നുണ്ട് അല്ലയോ? ഇത്തരം അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോൾഡ് ഫില്ലോടാക്സി എന്ന് പറയും. വോൾഡ് ഫില്ലോടാക്സി എന്ന് പറയും. വോൾഡ് ഫില്ലോടാക്സി. ക്ലിയർ ആണല്ലോ? അപ്പം ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. ഇലകളുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഒരു സസ്യത്തിൽ ഇലകളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കേണ്ട രീതിയിലാണ് ഓരോ സസ്യങ്ങളിലും ഇലകളുടെ ക്രമീകരണം വെച്ചിരിക്കുന്നത്. ആ ക്രമീകരണത്തെ ഇലകളുടെ ക്രമീകരണത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫില്ലോടാക്സി എന്നാണ് അതിനെ വിളിക്കുന്നത്. ആ ടേം എന്ന് പറയുന്നത് ഫില്ലോടാക്സി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഈ ഫില്ലോടാക്സിയിൽ നമ്മൾ ആദ്യത്തെ സസ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ചെമ്പരത്തി ചെടിയുടെ അടുത്തേക്ക് പോവാം. അവിടെ ഇല എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടർനേറ്റ് ആയിട്ടാണ്. അതായത് ആദ്യത്തെ നോഡിൽ നിന്നും ഇടതുവശത്തേക്കാണെങ്കിൽ രണ്ടാമത്തെ നോഡിൽ നിന്നും വലതുവശത്തേക്ക്, പിന്നീട് വീണ്ടും ഇടതുവശത്തേക്ക്, വലതുവശത്തേക്ക്, അങ്ങനെ ആൾട്ടർനേറ്റ് ദിശയിലേക്കാണ് ഓരോ നോഡിൽ നിന്നും എന്ത് പോകുന്നത്? ഇലകൾ മുളയ്ക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ചെടി, അതായത് തുളസി ഇലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, തുളസിയുടെ തണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാണും? ഒരേ നോഡിൽ നിന്നും, ഈ ഒരു ഭാഗമാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്, ഒരേ നോഡിൽ നിന്നും വിപരീത ദിശയിലേക്ക് മാറി നിൽക്കുന്ന ഇലകളെ കാണാം. മനസ്സിലായോ? അതിനെ നമ്മൾ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. എന്ത് പറയും? ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയും. അതാണ്ട് മൂന്നാമത്തെ ഇമേജിൽ നോക്കിയേ, ഒരു തണ്ടിൽ തന്നെ 7ഓളം ഇലകൾ ഇങ്ങനെ ഒരു ചക്രം പോലെ ചുറ്റിക്കിടക്കുക. അതിനെ നമ്മൾ വോൾഡ് ഫില്ലോടാക്സി എന്ന് പറയും. എന്ത് പറയും? വോൾഡ് ഫില്ലോടാക്സി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പം ഇലകളുടെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇലകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണെന്ത്? കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇലകളുടെ ക്രമീകരണം. ഇനി ആരും ഉപയോഗിക്കുന്നുണ്ട്? ഇലകളിലെ ഹരിതകം ഉപയോഗിക്കുന്നുണ്ട് അല്ലയോ? ഇലകളിലെ ഹരിതകം. അപ്പം ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണെന്ത്? ഹരിതകം എന്ന് പറയുന്നത്. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണെന്ത്? ഹരിതകം. ഹരിതകം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹരിതകം അല്ലെങ്കിൽ ഹരിതഗണങ്ങൾ എന്ന് പറയും. ഹരിതഗണം, നമ്മുടെ സസ്യകോശം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 തരത്തിലുള്ള ജൈവഗണങ്ങളാണുള്ളത്. ഏതൊക്കെയാ? ഒന്ന് ഹരിതഗണം, ശ്വേതഗണം, പിന്നൊന്ന് വർണ്ണഗണം. അങ്ങനെ 3 തരത്തിലാണ് എന്ത്? ഇങ്ങനെ 3 തരത്തിലാണ് ജൈവഗണം കാണപ്പെടുന്നത് സസ്യകോശങ്ങളിൽ. മനസ്സിലായോ? ഹരിതഗണത്തിൻ്റെ ജോലി എന്താ? അതാണ് നമുക്ക് പച്ച നിറം നൽകുന്നത്. ഇതിൻ്റെ ജോലിയാണെന്ത്? പ്രകാശ സംശ്ലേഷണം. ഇതിനകത്തെ വർണ്ണവസ്തുവാണെന്ത്? ഹരിതകം. ക്ലിയർ ആണോ? അപ്പം ഹരിതഗണം എന്ന്, അതായത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്ലോറോപ്ലാസ്റ്റിലെ വർണ്ണവസ്തുവാണെന്ത്? ഹരിതകം എന്ന് പറയുന്നത്. ആ ഹരിതകമാണെന്ത്? ഇലകൾക്ക് പച്ച നിറം നൽകുന്നത്. അതേപോലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു തവണ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം. ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് മൂലകം? മഗ്നീഷ്യമാണ് മൂലകം. മനസ്സിലായോ? ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണെന്ന് വെച്ചാൽ മഗ്നീഷ്യമാണ്. അവിടെ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചോണം. മാംഗനീസ് 2017 PUP എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. മാംഗനീസ് ഏറ്റവും കൂടുതൽ അടങ്ങിയ കോശാംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈറ്റോകോൺട്രിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണം. മഗ്നീഷ്യം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിതകത്തിലാണ്. മനസ്സിലായോ? എന്നാൽ മാംഗനീസ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയിലാണ്. മനസ്സിലായോ? ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓർത്തോണം. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ക്ലിയർ? അപ്പം ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ വർണ്ണവസ്തു മൂലകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഗ്നീഷ്യം. ക്ലിയർ ആണല്ലോ? ഇനി ഇതാണ്ട് നോക്കിയേ. പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ശ്വേതഗണം എന്താ? ആഹാരം സംഭരിക്കുക എന്നുള്ളതാണ് ശ്വേതഗണത്തിൻ്റെ ജോലി. ഓക്കെ, അതിന് നിറമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതഗണത്തിന് എന്തില്ല? നിറമില്ല. പിന്നെ മൂന്നാമത് പറയുന്നതാണ് വർണ്ണഗണം. അതായത് ഇലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്കൊക്കെ നിറം കൊടുക്കുന്നു. അതാണ്ട് അതിനകത്ത് അടങ്ങിയിട്ടുള്ള വർണ്ണകങ്ങളാണ് അല്ലെങ്കിൽ വർണ്ണവസ്തുക്കളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫിൽ. അപ്പോൾ വർണ്ണഗണത്തിൽ കാണപ്പെടുന്ന 3 പ്രധാനപ്പെട്ട വർണ്ണവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തോസയാനിൻ, കരോട്ടിൻ, സാന്തോഫിൽ എന്ന് പറയും.
ക്ലിയർ ആണല്ലോ. അതാണ്ടേ ഓരോ വർണ്ണവസ്തുക്കളുടെയും നിറങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ടാബ് പോലും ആ നിറത്തിലാണ് കൊടുത്തേക്കുന്നത്, ഇല്ലയോ? അപ്പം അതാണ്ടേ ആന്തോസയാനിൻ ഏത് നിറമാണ്? ആന്തോസയാനിൻ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം. ചുവപ്പും അതേപോലെ പർപ്പിളും, ചുവപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങൾക്ക് കാരണമായിട്ടുള്ള വർണ്ണവസ്തുവാണ് എന്ത്? ആന്തോസയാനിൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത മഞ്ഞ നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് സാന്തോഫിൽ എന്ന് പറയും. സാന്തോഫിൽ എന്ന് പറയും. ഓക്കെ. ഇനി ഇതാണ്ട് കരോട്ടിൻ, ഓറഞ്ച് നിറത്തിന് കാരണമായ വർണ്ണവസ്തുവാണ് കരോട്ടിൻ എന്ന് പറയും. ചിലപ്പം ഓറഞ്ച് ആയിരിക്കത്തില്ല തരുന്നത്, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, മഞ്ഞ കലർന്ന ഓറഞ്ച് എന്നായിരിക്കും തരുന്നത്. മനസ്സിലായോ? മഞ്ഞ കലർന്ന ഓറഞ്ച് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. കറക്റ്റ് ഉത്തരവ് എന്ന് പറയുന്നത് മഞ്ഞ കലർന്ന ഓറഞ്ചാണ്. മനസ്സിലായോ? 5ാം ക്ലാസ്സുകാരന് ഓറഞ്ച് എന്ന് പഠിച്ചാൽ മതി. അപ്പം മഞ്ഞ കലർന്ന ഓറഞ്ചെന്നോ ഉണ്ടോ എന്ന് നോക്കുക. എങ്ങനെയാണോ ചോദ്യം വന്നേക്കുന്നത് അതനുസരിച്ച് ഓപ്ഷൻ കൊടുക്കുക. സാഹചര്യത്തിനനുസരിച്ച് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഒരു തവണ എക്സാമിന് ചോദിച്ചപ്പം രണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ചും മഞ്ഞ കലർന്ന ഓറഞ്ച് കൊടുത്തപ്പം അവിടെ ഉത്തരം എന്തുമായിരുന്നു? മഞ്ഞ കലർന്ന ഓറഞ്ചായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം കൊടുക്കാൻ. ഇപ്പോൾ അങ്ങനെ ചോദിക്കാറില്ല. ക്വസ്റ്റ്യൻ ക്യാൻസലേഷനൊക്കെ ഒരുപാട്, നമ്മൾ ക്യാൻസലേഷന് വേണ്ടിയിട്ടൊക്കെ തർക്കങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പം മിക്കപ്പോഴും ഡയറക്റ്റായിട്ടായിരിക്കും ചോദിക്കുന്നത്. കരോട്ടിൻ്റെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓപ്ഷനിൽ ഓറഞ്ച് എന്ന് മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച് എന്നേ കാണത്തുള്ളൂ. അപ്പോൾ മുമ്പ് അങ്ങനെ ചോദിച്ചപ്പം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. അപ്പം നിറങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കിക്കോണം. ആന്തോസയാനിൻ ഏതൊക്കെ നിറം തരുന്നു? ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ. കരോട്ടിൻ ഏതാ? ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച്, യെല്ലോവിഷ് ഓറഞ്ച്. സാന്തോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ. ഓക്കെ ആണല്ലോ. ഒരു 2 വർണ്ണവസ്തുവും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. കുർക്കുമിൻ, എന്തുവാ? കുർക്കുമിൻ എന്തുവാ? മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം. മഞ്ഞളിൻ്റെ മഞ്ഞ നിറം. മഞ്ഞ നിറമെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ സാന്തോഫില്ല. എന്നാൽ മഞ്ഞളിൻ്റെ മഞ്ഞ നിറമെന്ന് ചോദിക്കുകയാണെങ്കിൽ കുർക്കുമിൻ എന്ന് പറയും. അതേപോലെ ലൈക്കോപ്പിൻ, തക്കാളിയുടെ ചുവപ്പ് നിറം. ലൈക്കോപ്പീൻ എന്താ? തക്കാളിയുടെ ചുവപ്പ് നിറം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാ ഇതിനകത്തെ വർണ്ണവസ്തുക്കളൊക്കെ ഒന്നുകൂടെ നോക്കിക്കണം. ആന്തോസയാനിൻ എന്തുവാ? ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ. കരോട്ടിൻ എന്താ? ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഓറഞ്ച്. സാന്തോഫിൽ മഞ്ഞ. മഞ്ഞളിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം കുർക്കുമിൻ. തക്കാളിയുടെ ചുവപ്പ് നിറത്തിന് കാരണം ലൈക്കോപ്പീൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു സ്ലൈഡിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇതിനകത്തെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത സ്ലൈഡ് നോക്കാം. വാതക വിനിമയം സസ്യങ്ങളിൽ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വാതക വിനിമയം, അതായത് ശ്വസനത്തിന് വേണ്ടിയിട്ട് ആരെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ്? ഓക്സിജനെ സ്വീകരിക്കുന്നു. ആരെ പുറത്തു വിടുന്നു? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നു. ഓക്കെ. ഇതാണ്ടേ വാതക വിനിമയം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നൈട്രജനാണ്. എത്ര ശതമാനം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 78% എന്ന് പറയുന്നത് എന്താണ്? നൈട്രജനാണ്. ഓക്കെ. അപ്പം അന്തരീക്ഷ വാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാ? നൈട്രജനാണ്. 78% നൈട്രജനാണ്. പിന്നുള്ളതാണ് ഓക്സിജൻ. എത്ര? 21%, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എക്സാമിന് 20.9% ഒന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നീട് 0.9% ആർഗനുണ്ട്. 0.003% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവിടെ 0.9%. ആ രീതിയിലൊക്കെയാണ് ആർഗൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ അളവുകൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഈ അളവ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളിലും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ജീവികളിലും സംഭവിക്കുന്നത് എന്താ? ഓക്സിജനെയാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. ഓക്കെ. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളും ശ്വസനം നടക്കുന്നുണ്ട്. ആ ശ്വസനത്തിന് വേണ്ടിയിട്ട് അകത്തേക്ക് എടുക്കുന്ന ആരെയാ? ഓക്സിജനെയാണ് അവർ ഉപയോഗിക്കുന്നത്. ശ്വസനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ അവരെന്ത് ചെയ്യുന്നു? പുറത്തു വിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് അവർ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അത് മാത്രമാണോ? സസ്യങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, അന്തരീക്ഷത്തിൽ നിന്നുമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ഇലകളിലൂടെയാണ് എന്ത് കയറുന്നത്? വായു അകത്തേക്ക് കയറുന്നത്.
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം രാത്രി കാലങ്ങളിൽ എന്താ സംഭവിക്കുന്നു, അതേപോലെ ഇലകളിലൂടെ കയറുന്നു എന്ന് പറഞ്ഞു, എങ്ങനെ കയറുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഇതാണ്ടേ ഇലകളിലൂടെ കയറുന്നു എന്ന് പറഞ്ഞു. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. സ്റ്റൊമാറ്റ അല്ലെങ്കിൽ നമ്മളതിൻ്റെ മലയാളം ടേമാണ് എന്ത്, ആസ്യരന്ധ്രം എന്ന് പറയും. ആസ്യരന്ധ്രം എന്നും പറയും. മനസ്സിലായോ? ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. മനസ്സിലായല്ലോ? അപ്പം സസ്യങ്ങളിലെ ശ്വസന അവയവം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ? ഒന്ന് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. ദാണ്ടെ ഈ ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളാണ് എന്ത്, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. ഇനി പിന്നെ അതേപോലെ ഒരെണ്ണം ആണ് ലെൻറ്റിസെൽ. എന്താ? കാണ്ഡത്തിലെ സുഷിരങ്ങൾ. കാണ്ഡത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങൾ, അതും ഈ പറഞ്ഞ പോലെ ശ്വസനത്തിന് വേണ്ടിയിട്ട് വായുവിനെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് ഹൈഡത്തോടെന്ന് പറയും. ഹൈഡത്തോട് അതായത് പുൽവർഗത്തിൽപ്പെട്ട ഇലകളുടെ തുമ്പത്തുള്ളത്. മനസ്സിലായോ? പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഇലയുടെ അഗ്രഭാഗത്ത്. കാണുന്നതാണ് ഹൈഡത്തോട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് മൂന്നും എന്താണ്? ശ്വസനാവയവമാണ്. മാത്രമല്ല, ശ്വസനാവയവം മാത്രം പറയാൻ പറ്റത്തില്ല, ആൻഡ് വിസർജനാവയവം എന്നും നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പോൾ സസ്യങ്ങളിലെ ശ്വസനാവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിസർജനാവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് ഈ മൂന്ന് പേരെയാണ്. മനസ്സിലായോ? സ്റ്റൊമാറ്റ, ലെൻറ്റിസെൽ, ഹൈഡത്തോട്. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇലകളിൽ കാണപ്പെടുന്ന ചെറു സുഷിരങ്ങളാണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും വിസർജനം നടത്തുന്നതും ഏതിലൂടെയാണ്? ഈ സുഷിരങ്ങളിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? ലെൻറ്റിസെൽ എന്ന് പറഞ്ഞാൽ കാണ്ഡത്തിലെ സുഷിരങ്ങൾ, ഹൈഡത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ഇലകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി താണ്ടെ പകൽ സമയത്തും രാത്രിയിലും നടക്കുന്ന പ്രക്രിയകൾ പറയുന്നത്. പകൽ സമയത്ത് ശ്വസനവും പ്രകാശ സംശ്ലേഷണവുമാണ് ഇവിടെ പറയുന്നത്. താണ്ടെ അവർ കാർബൺ ഡയോക്സൈഡിനെ എടുക്കുന്നു. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കാര്യം പറയണം, ഫോട്ടോസിന്തസിസ് പറയുക. കാർബൺ ഡയോക്സൈഡിനെ അകത്തേക്ക് എടുക്കുന്നു. ഇതിനകത്ത് ഹരിതകമൊക്കെ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ പുറന്തള്ളുന്നു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഓക്സിജനെ പുറന്തള്ളുക, അല്ലയോ? ഓക്സിജനെ പുറന്തള്ളുക. ഇനി ശ്വസനം നടക്കാൻ വേണ്ടിയിട്ട് ഓക്സിജനെ അവരകത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നു. ഇതാണ് പകൽ സമയത്ത് ശ്വസനവും പ്രകാശ സംശ്ലേഷണവും നടക്കുന്നത്. എന്നാൽ രാത്രിയിലാകുമ്പോഴത്തേക്കിനോ, രാത്രി കാലത്ത് നോക്കിയേ, സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്ത് നടക്കുന്നില്ല? പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അപ്പം അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ അവരെടുക്കുന്നു, കാർബൺ ഡയോക്സൈഡിനെ വിടുന്നു. അവിടെ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലയോ, ആൽമരത്തിൻ്റെ ചുവട്ടിൽ രാത്രി പോയി കിടന്ന് ഉറങ്ങരുതെന്നൊക്കെ പറയും. കാരണം എന്താ? നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ ആര് ഊറ്റിയെടുക്കും? അത് ആ ആൽമരം എടുക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ്റെ ലഭ്യത കുറവുള്ളത് കൊണ്ടാണ് നമ്മളവിടെ കിടക്കരുതെന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പം കാരണം എന്താ? ഈ സസ്യങ്ങൾക്ക് നമുക്ക് ഈ ഓക്സിജൻ കിട്ടുന്ന എവിടുന്ന? ഇത് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായിട്ട് ആരെ പുറത്തു വിടുന്നുണ്ട്? ഓക്സിജനെ പുറത്തു വിടുന്നുണ്ട്, അല്ലയോ? അതാണ്ട് ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ട് ആരെ വിടുന്നുണ്ട്? ഇവിടെ ഓക്സിജനെ വിടുന്നുണ്ട്. ഈ ഓക്സിജനെ നമ്മൾ മനുഷ്യന്മാരും എടുക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരും എടുക്കുന്നുണ്ട്, അല്ലയോ? അപ്പോൾ മനുഷ്യന്മാർ ശ്വസിക്കുന്നതും ഈ ശ്വസനത്തിന് വേണ്ടി എടുക്കുന്നതും ഇതേ ഓക്സിജൻ തന്നെ. നമ്മൾ രാത്രി കാലങ്ങളിൽ എന്തില്ല? ആ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് സസ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നില്ല? ഓക്സിജനെ പുറത്തു വിടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ചെടികളുടെ കീഴിൽ പോയി കിടന്നുറങ്ങരുത്, അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ കീഴിൽ പോയി കിടന്നുറങ്ങരുത് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പം രാത്രിയിലും പകലിലും നടക്കുന്ന ശ്വസനം, ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രക്രിയകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ?
ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അതാണ്ട് ആതിഥേയനും അതിഥികളും, കുറച്ച് പരാതന ജീവികളെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അതാണ്ട് ഇതിനകത്ത് ഡയലോഗുകളൊക്കെ ഒന്ന് നോക്കിയേ. ഞാൻ മാവ്, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. ആ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം. മനസ്സിലായോ? ആ മാവ് എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുക. പക്ഷേ ഏതാണ്ട് ഇവിടെ നോക്കിയേ, ഞാൻ മരവാഴ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു. എനിക്ക് വേണ്ടുന്ന ആഹാരം എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ സ്വയം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് വേണം? ഇരിക്കാനൊരു സ്ഥലം വേണം. മനസ്സിലായോ? അപ്പം മരവാഴ ആഹാരം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ അതിന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനൊരു സ്ഥലം കൊടുക്കണം. അതാണ് മരവാഴ ഈ മാവിനകത്ത് കയറിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇതാണ്ടേ മാവിനകത്ത് തന്നെ കാണപ്പെടുന്ന ഒരു സാധനമാണെന്ത്? ഇത്തിൽ കണ്ണി എന്ന് പറയും. ഇതേപോലെ മരത്തിലൊക്കെ കെട്ടിക്കിടക്കുന്നതാണ് ഇത്തിൽ കണ്ണി. ഇതും ഞാനും സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തിൽ കണ്ണി എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടുന്ന ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് ഞാൻ വലിച്ചെടുക്കും. എനിക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം, പക്ഷേ എനിക്ക് എന്ത് വേണം? നിങ്ങളൊരിച്ചിരി ജലവും ലവണവും ഒക്കെ ഒന്ന് ഞാൻ ഊറ്റിയെടുത്തോളാം. മനസ്സിലായോ? ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ഇത്തിൽ കണ്ണിക്കുള്ളത്. ക്ലിയർ ആണല്ലോ? പിന്നെ അതാ ഇവിടെ ഒന്നും തൂങ്ങിക്കിടക്കാതെ ഇങ്ങനെ താഴെ ഒരാൾ കിടപ്പുണ്ട്, മൂടില്ലാത്ത ആളി. ഇയാളെന്ത് പറയും? ഞാൻ ആഹാരവും നിർമ്മിക്കുന്നില്ല, എനിക്ക് വേണ്ട പോഷകഘടകങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ഈ വഴി അങ്ങ് ഊറ്റിയെടുത്തോളാം, അണ്ടർഗ്രൗണ്ടിലൂടെ വലിച്ചെടുത്തോളാം. മനസ്സിലായോ? അതാണ് മൂടില്ലാത്ത ആളിയുടെ ജോലി. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പല ജീവികളുടെയും ഡയലോഗുകളാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അതിനെ വെച്ചൊന്ന് കാറ്റഗറി ചെയ്യാം. താണ്ടേ ആദ്യമേ നമ്മൾ പറഞ്ഞ ആരെക്കുറിച്ചാണ്? മരവാഴയെക്കുറിച്ചാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എന്തോ അയാൾ പറയുന്നത്? എനിക്ക് വേണ്ടുന്ന ആഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്ക് ഇരിക്കാൻ ഇച്ചിരി സ്ഥലം തന്നാൽ മതി. അത് മാത്രമാണ് ആരുടെ ആവശ്യം? മരവാഴയുടെ ആവശ്യം. താണ്ടേ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി മാത്രമാണ്? വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇത്തരം സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന ഏത് പേരിലാണ്? എപ്പിഫൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എപ്പിഫൈറ്റ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിളാണ് ഓർക്കിഡ്. നമ്മൾ കണ്ടിട്ടുണ്ട് മാവിലൊക്കെ ഓർക്കിഡ് വെച്ച് കെട്ടി വളർത്തുന്നത്, ഇല്ലയോ? മാവിലൊക്കെ ഈ ഓർക്കിഡ് ഇങ്ങനെ ചുറ്റി കെട്ടി ഒക്കെ വെച്ച് നമ്മൾ വളർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വളരാനൊരു സ്ഥലം മാത്രമായിട്ടാണ് ആരെ ഉപയോഗിക്കുന്നത്? ഈ പറഞ്ഞ മാവിനെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ജീവികളെ നമ്മൾ എന്ത് വിളിക്കും? എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? താണ്ടേ അടുത്ത ഒരാൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഇത്തിൽ കണ്ണി, ഇല്ലയോ? ഇത്തിൽ കണ്ണി എന്ത് വരുന്ന ഡയലോഗ് അടിച്ചേ? എനിക്ക് വേണ്ടുന്ന ആഹാരവും ഞാൻ ഉണ്ടാക്കിക്കോളാം, എനിക്കൊരു ഇച്ചിരി ജലവും ലവണവും നിങ്ങളുടെ അകത്തുനിന്ന് ഞാൻ എടുത്തോളാം, അത് ഞാൻ അങ്ങ് ഊറ്റിയെടുത്തോളാം. അതാണ് ആരുടെ ഡയലോഗ്? ഇത്തിൽ കണ്ണിയുടെ ഡയലോഗ്. അപ്പോൾ ഇത്തിൽ കണ്ണി ചെയ്യുന്ന നോക്കിക്കോ. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാതങ്ങൾ, അതായത് സെമി പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സെമി പാരസൈറ്റ്സിന് ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിൽ കണ്ണി പറയാം. അതായത് അത് സസ്യത്തിനകത്ത് ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വേര് താണ്ടേ, ഈ വേര് ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ? വേര് ഇതിനകത്തോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ ഈ വേരുകൾ എന്ത് ചെയ്യും? മാവിൽ നിന്നുള്ള ജലവും ലവണവും ഒക്കെ ഇവരങ്ങ് വലിച്ചെടുത്തു. പക്ഷേ ആഹാരം ഇവർ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കിക്കോളും. മനസ്സിലായോ? അവർക്ക് വേണ്ടുന്ന ആഹാരം അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോളും. ജലവും ലവണവും മാത്രം ഇതിനകത്തുനിന്ന് ഇച്ചിരി ഒന്ന് ഊറ്റിയെടുക്കും. അതാണ് ആരുടെ ജോലി? ഇത്തിൽ കണ്ണിയുടെ ജോലി. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ടും പരാത ജീവികളല്ല, അല്ലയോ? അപ്പോൾ അതിനെ അർദ്ധപരാതങ്ങൾ എന്ന് വിളിക്കുന്നു, സെമി പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി സൈഡിൽ ഇരിക്കുന്ന ആളാണ് ആര്? മൂടില്ലാത്ത ആൾ. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. മനസ്സിലായോ? അതായത് മാവ് വലിച്ചെടുക്കേണ്ട പോഷകഘടകങ്ങളെല്ലാം ആര് വലിച്ചെടുത്തോളും? ഈ മൂടില്ലാത്ത ആളി പോലുള്ള സസ്യങ്ങൾ വലിച്ചെടുത്തോളും. അത്രത്തോളം ശക്തമായ അല്ലെങ്കിൽ അത്രത്തോളം അതിനൊക്കെ കഴിവുള്ള വേരുകളാണ് അവർക്കുള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കും? ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആകുന്ന ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്താ ഫുഡ് ചെയിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലയോ? ആദ്യത്തെ കുറേ സെഷനിൽ നമ്മൾ ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫുഡ് ചെയിനും അതേപോലെ ഫുഡ് വെബുമാണ് പറഞ്ഞത്. ഫുഡ് വെബ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്.
മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് വന്ന് പതുക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫോട്ടോസിന്തസിസ് പോലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതെ, പിന്നെ നമ്മൾ പ്രകാശ സംശ്ലേഷണമാണ് പറഞ്ഞത്. പ്രകാശ സംശ്ലേഷണം, സസ്യങ്ങളിലെ ശ്വസനം, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? പിന്നെ നമ്മൾ ആതിഥേയനും അതിഥികളും എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അതായത് പാരസൈറ്റ്സിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വർണ്ണവസ്തുക്കൾ കുറേ നോക്കി. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിന് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ചോദ്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞാണ് പോയത്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട്, ബയോളജിയുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.